തെർമോഡൈനാമിക്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സാണ് ക്ലോഷ്യസ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ക്ലോഷ്യസ് ഇൻഇക്വാളിറ്റി ഏത് പ്രോസസ്സ് നടക്കുമ്പോഴും അവിടെ നമ്മൾ ക്ലോഷ്യസ് ഇൻഇക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ആ പ്രോസസ്സ് എന്ന് പറയുന്നത് സൈക്ലിക് ആയിട്ടുള്ള ഏത് പ്രോസസ്സ് ഒരു റിവേഴ്സിബിൾ ആണോ അതോ അല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സാണ് ക്ലോഷ്യസ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ക്യൂ ബൈ ടി is less than or equal to 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ എസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ക്ലോഷ്യസ് തിയറമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: whenever a closed system undergoes cyclic process, the cyclic integral dq by dt is less than 0 for an irreversible cyclic process and equal to 0 for a reversible process. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു പ്രോസസ്സും ഒരു സൈക്ലിക് പ്രോസസ്സും തെർമോഡൈനാമിക്സിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഇക്വാളിറ്റി ടെസ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു കൺസിഡർ ടു ഹീറ്റ് എൻജിൻസ് which is working between the same identical temperatures. അതായത് ഈ സോഴ്സിൻ്റെ ടെമ്പറേച്ചറും സിങ്കിൻ്റെ ടെമ്പറേച്ചറും രണ്ട് ഹീറ്റ് എൻജിൻ്റെ കേസിലും സെയിം ആയിരിക്കും. ഒന്ന് ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എൻജിനാണ്, മറ്റത് ഇറിവേഴ്സിബിൾ ഹീറ്റ് എൻജിനാണ്. ഈ റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ QH എന്ന് പറയുന്ന ഹീറ്റ് സോഴ്സിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് QL1 എന്ന ഹീറ്റ് സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇറിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത് സെയിം QH is received from the source but it rejected a quantity of heat QL2 to the sink. That is why it is irreversible. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് W റിവേഴ്സിബിൾ എന്നും ഇറിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ ചെയ്യുന്ന വർക്ക് W ഇറിവേഴ്സിബിൾ എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ക്ലോഷ്യസ് ഇൻഇക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ ആ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ dq/dt റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു രണ്ട് ടെമ്പറേച്ചറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ ഡെൽറ്റ QH/TH മൈനസ് ഡെൽറ്റ QL1/TL രണ്ട് ആയിട്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഈ ഇൻ്റഗ്രലിനെ. സോ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് we will get QH/TH and integrating this we will get QL1/TL1. ഇതെന്ന് പറയുന്നത് ശരിക്കും റിവേഴ്സിബിൾ ഹീറ്റ് എൻജിനാണ്. ഈ QHനെ നമുക്ക് Q1 എന്നും THനെ T1 എന്നും QL1നെ Q2 എന്നും TL നെ T2 എന്നും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ we know that for a reversible heat engine Q1/T1 is equal to Q2/T2. So this difference should be equal to 0. അപ്പോൾ what we are getting is ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് that is equal to 0 എന്ന് കിട്ടി. So this is the testing of Clausius condition for a reversible cycle or for a reversible engine. So for any reversible cycle or reversible engine, this should be in the closed integral dq/t should be 0. ഈ ഒരു സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ സൈക്കിളുകളെയും നമുക്ക് എന്തായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം? റിവേഴ്സിബിൾ സൈക്കിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി നമ്മൾ ഈ ഇറിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ we know that the work done by a irreversible heat engine is always less than the work done by a reversible heat engine. എന്തുകൊണ്ടായിരിക്കും? കാരണം ഈ QL2 റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് കൂടുതലാണ് ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി. അതായത് ഇതിന് വർക്ക് ചെയ്യാൻ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഹീറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഈ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് QL2 ഈസ് ഗ്രേറ്റർ ദാൻ QL1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് QL2 ഈസ് QL1നെക്കാളും അഡീഷണൽ ആയിട്ടൊരു ഹീറ്റും കൂടെ കൂടുതലായിട്ട് വരുന്നു. സോ QL1 പ്ലസ് Q ഡിഫറൻസ് എന്ന് QL2നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ദിസ് ഈസ് ഓക്കെ ആണല്ലോ അല്ലേ? അതായത് അതുകൊണ്ടാണ് ഈ ഹീറ്റ് റിജക്ഷൻ കൂടുന്നത് കൊണ്ടാണ് അതിന് വർക്ക് ചെയ്യാനുള്ള അവൈലബിൾ ആയിട്ടുള്ള ഹീറ്റ് കുറയുന്നതും ഹീറ്റ് ഇൻപുട്ട് കുറയുന്നതും അതുകൊണ്ടത് അതിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് കുറവായിരിക്കും.
അപ്പം ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനിൽ നമ്മൾ ക്ലോഷ്യസ് ഇൻഇക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ആ ഇക്വേഷൻസിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം. കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് QH/TH മൈനസ് QL2/TL എന്ന് കിട്ടും. ഈ QL2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ്. ഇനി ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ QH/TH മൈനസ് QL1/TL മൈനസ് Q ഡിഫറൻസ് ബൈ TL എന്ന് കിട്ടും. കാരണം മൈനസ് ഇത് പ്ലസ് ആണ്, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ മൈനസ് ആണ്. So this is identified, already we identified this as 0. So the resultant, the remaining term is this is the remaining term. So minus Q difference by TL. This should be always less than 0 because Q difference is always positive. അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് ഈ ടോട്ടൽ ഈ ടേം എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദിസ് ഇൻ്റഗ്രൽ ഈസ് obtained as less than 0. So അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? For any irreversible engine or irreversible cycle, this Clausius inequality is the cyclic integral is less than 0 എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ പാരാമീറ്റർ, അതായത് ഈ Q ഡിഫറൻസ് ബൈ TL എന്ന് പറയുന്നത് ഒരിക്കലും പോസിറ്റീവ് ആകാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് തെർമോഡൈനാമിക്സിൽ റിയലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഫോർ എ റിവേഴ്സിബിൾ സൈക്കിൾ ഇറ്റ് ഷുഡ് ബി 0 ആൻഡ് ഫോർ ഇറിവേഴ്സിബിൾ സൈക്കിൾ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0. ഇതാണ് ഇതിൻ്റെ പ്രൂഫും ഇതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസും. ഓക്കെ.